ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഹോം മെയ്ഡ് കോൾഡ് പോർസിലിൻ ക്ലേ ഉണ്ടാക്കാം എന്നാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫെവിക്കോളും വേണം. കോൺഫ്ലോറും ഫെവിക്കോളും എപ്പോഴും സെയിം എമൗണ്ടിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 1/2 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് ഗ്ലൂവും, അങ്ങനെ നമ്മൾ 1 കപ്പ് ഫെവിക്കോളും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വിനിഗറും അതേപോലെ ഓയിലും ആഡ് ചെയ്യണം. വിനിഗർ 1 ടീസ്പൂൺ ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഓയിലും 1 ടീസ്പൂൺ യൂസ് ചെയ്യണം. രണ്ടിൻ്റെയും എമൗണ്ട് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ക്ലേയിൻ്റെ ടെക്സ്ചറിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. കളർലെസ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ക്ലേയിന് ആ ഒരു കളറ് കിട്ടും. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മോൾഡിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് ഫംഗസും മോൾഡൊക്കെ വരാതെ കോക്കനട്ട് ഓയിൽ പ്രിവെൻറ്റ് ചെയ്തോളും. വിനിഗറിനും സെയിം ആപ്ലിക്കേഷൻ ആണ്. ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലേ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻറ് ആഡ് ചെയ്യണം. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേക്ക് നമ്മളുടെ ഈ ക്ലേ മാറും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലംസ് ഒന്നും ഇല്ലാത്ത രീതിക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ടെക്സ്ചർ കിട്ടുന്ന രീതി വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. നമ്മളുടെ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യാൻ നേരം ആ ഒരു ലിക്വിഡ് ടെക്സ്ചർ മാറി സോളിഡ് ടെക്സ്ചറിലേക്ക് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ക്ലേയുടെ ടെക്സ്ചർ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഫിംഗേഴ്സിൽ അത് സ്റ്റിക്കി ആയിട്ടിരുന്നാലും നമ്മളുടെ പാമിൽ അത് ഒരിക്കലും സ്റ്റിക്ക് ആവില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് സ്റ്റിഫ് ആവാനോ അതേപോലെ ഒരുപാട് സോഫ്റ്റ് ആവാനോ പാടില്ല. റൈറ്റ് എമൗണ്ടിൽ ആഡ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ സർഫസിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അതൊരു ക്ലിങ് റാപ്പിൽ നമ്മൾ അതൊന്ന് കവർ ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം.